സർവശക്തനായ ദൈവത്തിന്റെ നാമം മഹിമപ്പെടുമാറാകട്ടെ. എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുകയാണ്. കാലം ദൈവത്തിന്റെ സമാധാനത്താൽ നമ്മുടെ എല്ലാവരെയും നിറയ്ക്കട്ടെ. ദേവാസനം കൂടി നോക്കാനിടയായി എല്ലാവർക്കും ആയുഷ്തോറും കാലം അധികം കൊണ്ടും അല്പം കൊണ്ടും പ്രവർത്തിക്കുന്ന ഒരു നല്ല ദൈവത്തെയാണ് നമ്മൾ സ്തുതിക്കുന്നത്. നിശ്ചയമായും ഇസ്രായേലിന്റെ അതിരിന്റെ അപ്പുറത്തും യഹോവ വലിയവനെന്ന് വെളിപ്പെടും. അവൻ ദൈവത്തിനൊരു കാര്യവും സാധിക്കും. അപ്പനും മകനും കൂടെയുള്ള യാത്രയില് ആ മകൻ ചോദിച്ചു, അപ്പൊ ആ തീയും കത്തിയും ഒക്കെ ഉണ്ട്, വിറവൊക്കെ ഉണ്ട്, പക്ഷേ ഹോമയാഗത്തിനുള്ള ആട്ടുകുട്ടി അബ്രഹാം പറഞ്ഞെന്നറിയാം, മകനെ തനിക്ക് ഹോമയാഗത്തിനുള്ള ആട്ടുംകുട്ടിയെ ദൈവം ആടിനെ കൊണ്ടുപോയില്ല. വിശ്വാസത്താൽ അബ്രഹാം പറഞ്ഞു യഹോവ. പക്ഷെ അബ്രഹാം യാഗം നടക്കുന്ന ആ സ്ഥലം വരെ ആ മകനുമായി അവിടെ ചെന്നു എന്നുള്ളതൊരു വസ്തുത. കയ്യിലെടുക്കേണ്ടതൊക്കെ താൻ എന്ത് ചെയ്തു? താൻ ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞപ്പോ താൻ വിശ്വാസത്താൽ പറഞ്ഞു ദൈവം. വെറുതെ നമ്മൾ വിശ്വാസത്താൽ കുറെ കാര്യം പറഞ്ഞുകൊണ്ടോ പോസിറ്റീവ് പറഞ്ഞുകൊണ്ടോ ഒന്നും ഒരു കാര്യവും നടക്കത്തില്ല. നാം ചെയ്യേണ്ടത് ചെയ്യുമ്പോൾ ദൈവം ബാക്കി കാര്യം ചെയ്യും. നാം ഒരു ചൂട് വയ്ക്കുമ്പോ ദൈവം രണ്ട് ചൂട് നമുക്ക്. ഇന്ന് പകൽക്കാലം ദൈവം നല്ലത്. കാലം കയ്യിലാട്ടും കുട്ടിയില്ല, യാഗവസ്തുവില്ല, യാഗമൃഗമില്ല, പക്ഷേ എങ്കിലും പറയാ നിശ്ചയമായി ദൈവം കരുതി. ഇന്ന് പോലെ കാലം അവൻ നമുക്കായി കരുതുന്നതാകയാൽ നമ്മുടെ അവന്റെ പേര് വെച്ചു കൊള്ളുക. അവൻ നമുക്കായി കരുതുന്നതാകയാൽ നമ്മുടെ സകലു. പക്ഷെ നാം ചെയ്യേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം? അവിടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ഈ കഴിഞ്ഞ ബുധനാഴ്ചത്തെ നമ്മുടെ പ്രാർത്ഥനയിൽ ഈ സങ്കീർത്തനത്തിലെ 3 വെളിപ്പാടുകളാണ് നമ്മൾ പറഞ്ഞത്. 3 വെളിപ്പാടുകൾ. കോരഹിന്റെ പുത്രന്മാർ അവർക്ക് ലഭിക്കപ്പെട്ട 3 വെളിപ്പാടുകൾ. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് കണ്ണുനീരിന്റെ താഴ്വര. ജീവിതത്തിൽ ഇവരോട് ചോദിച്ചാൽ പറയും, ഞങ്ങളുടെ അപ്പനോട് ചേർന്ന ചിലരൊക്കെ ദൈവനാമ മഹത്വത്തിന് എതിരായി സംസാരിച്ചപ്പോൾ, ദൈവവേലക്കാരനെതിരെ സംസാരിച്ചപ്പോൾ, മോശയ്ക്കെതിരെ സംസാരിച്ചപ്പോൾ ഭൂമി പിളർന്ന് അവരെയൊക്കെ വിഴുങ്ങിയപ്പോ ഞങ്ങൾക്ക് ജീവൻ ദൈവം തമ്പുരാൻ എന്ത് ചെയ്തു? പകർന്നു തരുവാനിടയായി. ഞങ്ങൾ നാം മരിച്ചു പോകുവാൻ ദൈവം അനുവദിച്ചില്ല. അതുകൊണ്ട് അവർ ദൈവസന്നിധിയിൽ വന്നിട്ട് പറഞ്ഞു, യഹോവേ, തിരുനിവാസം എത്ര മനോഹരമായ തിരുനിവാസം. അവർ ദൈവസന്നിധിയിൽ അവർ കടന്നു വന്നിട്ട് അവർ തിരുനിവാസത്തെ കാണുകയാണ്. അവർ ദൈവത്തിന്റെ മഹത്വത്തെ കാണുകയാണ്. അവർ പ്രാകാരങ്ങളിൽ വന്നിട്ട് യാഗവസ്തു യാഗം കഴിക്കുന്ന ഇടത്തു വന്നിട്ട് അവർ ദൈവത്തിന്റെ മഹത്വം കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. കാലം ആരാധനയ്ക്ക് വരുന്നവര് ദൈവത്തിന്റെ മഹത്വം കണ്ടിട്ടാണ് നമ്മളൊക്കെ പോകുന്നത്. ദൈവം മഹത്വം കാരണം ദൈവത്തിന്റെ ആരാധന പ്രാപിക്കണം. ദൈവത്തിന്റെ മഹത്വം കണ്ടവർക്ക് മാത്രമേ ദൈവത്തെ ആത്മാവ് നിറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ആരാധിപ്പാനായിട്ട് കഴിയത്തുള്ളൂ. ദൈവ മഹത്വം കണ്ടു കഴിയുമ്പോ യെശയ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. യെശയ്യാ പറയുക, അയ്യോ, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യനാണ്. ദൈവത്തിന്റെ മഹത്വം, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ കണ്ടു കഴിഞ്ഞപ്പോൾ, അവന്റെ മഹത്വം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ താൻ എന്ത് ചെയ്യുക? കാണുവാനായിട്ടിടയായി തീർന്നതായി നമ്മൾ വായിക്കുന്നു. ഇവിടെ നമ്മൾ വായിച്ചത് കണ്ണുനീരിന്റെ താഴ്വര. അവൻ കോരഹിന്റെ പുത്രന്മാരോട് ചോദിച്ചാൽ പറയും, കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ അപ്പനെ അവരോടുകൂടെ ഉള്ളവരൊക്കെ തകർന്നു പോയപ്പോ ഞങ്ങളുടെ ജീവിതം കണ്ണുനീരിന്റെ അനുഭവങ്ങളായിരുന്നു, കണ്ണുനീരിന്റെ താഴ്വരകളായിരുന്നു.
ആയിരുന്നു. അവൻ പക്ഷെ സ്വർഗത്തിലെ ദൈവം അതിനെ ജലാശയമാക്കി മാറ്റുവാനിടയായി. ഇന്ന് പകൽക്കാലം കണ്ണുനീരിന്റെ താഴ്വരെ ജലാശയമാക്കി മാറ്റുവാൻ ദൈവം മതിയായവനാണ്. ദൈവത്തിൽ വിശ്വസിക്കുക. ഇന്ന് പകൽക്കാലം ദൈവം അത് നിറയ്ക്കുവാനായിട്ടിടയായി തീരട്ടെ. ആമേൻ. തിരുവചനത്തിലെ ഒരു പഴയ നിയമത്തിലെ ആമേൻ ആമേൻ വിശ്വസ്തനായ ഒരു വ്യക്തിയായിരുന്നു യോസേഫ് എന്ന് പറയുന്ന വ്യക്തി. യോസേഫിന്റെ ജീവിതം കണ്ണുനീരിന്റെ അനുഭവങ്ങളിലൂടെ കടന്നുപോയതാണ്. തന്റെ ജീവിതത്തില് സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിപ്പാൻ പിതാവ് പറഞ്ഞതനുസരിച്ച് പോയതാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവിടെ എത്തുന്നതിന് മുമ്പായി അവനെതിരെ എന്ത് ചെയ്തു? ദുരാലോചന ചെയ്തെന്ത്? അവനെ കൊന്നുകളയാനായിട്ട്. എന്നാൽ ചില സഹോദരന്മാർ ഇടപെട്ടിട്ട് പറഞ്ഞു, അവനെ കൊന്നുകളയേണ്ട, അവനെ എന്ത് ചെയ്യാം? പൊട്ടക്കിണറ്റിലിട്ട് കളയാമെന്ന് പറഞ്ഞു. എന്നാൽ യോസേഫിന്റെ ജീവിതം ആ പൊട്ടക്കിണറ്റിൽ വീഴേണ്ടവരായിരുന്നില്ല. പക്ഷെ ആ പൊട്ടക്കിണറ്റിൽ വീണു അവൻ കണ്ണുനീരോട് പ്രാർത്ഥിച്ചു കാണും. അവന്റെ കണ്ണുനീര് വീണ് കാണും ആ പൊട്ടക്കിണറ്റില്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എന്നെ പിടിച്ചെന്റെ സഹോദരന്മാർ ഈ പൊട്ടക്കിണറ്റിൽ ഇട്ടല്ലോ. വെള്ളമില്ലാത്ത പൊട്ടക്കിണറ. ഹല്ലേലൂയ. വേണ്ടവണ്ണം ശ്വസിക്കാൻ പോലും കഴിയുമോ എന്നറിയത്തില്ല. അവിടെ അവൻ കണ്ണുനീരോട് ദൈവത്തോട് പ്രാർത്ഥിച്ചു കാണും. പകൽക്കാലം പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത ഇടത്ത് നിന്ന് സഹോദരന്മാരിൽ നിന്ന് തിക്തമായ അനുഭവങ്ങൾ വരുമ്പോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു പക്ഷേ കഴിഞ്ഞ നാളെ ജീവിതത്തിൽ ഇതുപോലുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടായി വന്നേക്കാം. കണ്ണുനീരിന്റെ അനുഭവങ്ങൾ, രാത്രിയുടെ യാമങ്ങളിലോ നീ കണ്ണുനീരോടെയാണ് ദിവസങ്ങളിൽ ഇരിക്കുന്നത്. നീ കണ്ണുനീരോട് നിന്റെ കിടക്കെ നനയ്ക്കുകയാണോ? നിന്റെ കട്ടിലിൽ നിന്റെ നനവുകൾ വീഴുന്നുണ്ടോ? ഇന്ന് പകൽക്കാലം കണ്ണുനീരിനെ മാറ്റുവാൻ ദൈവം മതിയായവനാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമ്മൾ വായിച്ചതെന്നറിയാമോ? കണ്ണുനീരിന്റെ ഒരു താഴ്വര ജീവിതത്തിൽ അവന്റെ ജീവിതത്തിൽ വരും. ഒരു താഴ്ചയുടെ അനുഭവം. എന്തു ചെയ്യണമെന്നോ എപ്രകാരമായിരിക്കണമെന്നോ ഒന്നും തനിക്ക് എന്ത് ചെയ്യത്തില്ല, അറിയുന്നില്ല. ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. അവൻ രക്ഷപ്പെടുമെന്നൊരു പ്രതീക്ഷ അവനില്ല. പക്ഷേ സ്വർഗത്തിലെ ദൈവത്തിന് യോസേഫിനെ കുറിച്ച് പ്ലാൻ ഉണ്ടായിരുന്നത് കൊണ്ട്, ഒരു പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ട് ആ വഴി വന്നവരുടെ നടുവിലേക്ക് ദൈവ പ്രവൃത്തി വെളിപ്പെടാനിടയായി. ഇവരെ പിടിച്ച സഹോദരന്മാര് തന്നെ എന്ത് ചെയ്തു? വിറ്റുകളയുകയാണ്. ദൈവത്ത് ഒരിക്കലും ഈ കിണറ്റിൽ നിന്ന് എന്തില്ല, ഒരു രക്ഷപ്പെടിയില്ലെന്ന് വിചാരിച്ചു. പക്ഷേ സ്വർഗം അവന്റെ കരച്ചില് കണ്ട് അവനെ അവിടുന്ന് എഴുന്നേൽപ്പിക്കാനിടയായി. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ ദൈവമാണ്. ഹല്ലേലൂയ. സഹോദരന്മാരെ നഷ്ടപ്പെട്ടെന്ന് തോന്നിയാലും, പിതാവ് ഇപ്പൊ അടുത്തില്ലെന്ന് തോന്നിയാലും, അവൻ മറ്റൊരു സ്ഥലത്തേക്ക് ദൈവം അവനെ കൊണ്ടുവന്നെത്തിക്കുകയാണ്. രണ്ടാമത് അവൻ കരഞ്ഞതോ ബുദ്ധിപ്പേറിന്റെ വീട്ടില്. അവൻ ചെയ്യാത്ത തെറ്റിന് അവൻ പിടിക്കപ്പെട്ടപ്പോഴാ. പിടിക്കപ്പെട്ടതല്ല, അവന്റെ മേലെ ആരോപണം വന്ന അവൻ കുണ്ടറയിലേക്ക് പോകേണ്ട വന്നതാണ്. കർത്താവേ, ഇവര് പറയുന്നത് പോലുള്ള ഒരു കുറ്റവും ഞാൻ എന്ത് ചെയ്യുന്നില്ല, ചെയ്തവനല്ല, പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങനെ കൊണ്ടുപോയെന്ന് വിചാരിച്ച യോസേഫ് കരഞ്ഞിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ഞാൻ നിങ്ങൾ കരയുമ്പോ അവൻ മാറി എന്ന് ചിരിക്കുന്ന ദൈവമല്ല, നമ്മളോട് ചേർന്ന് കരയുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ നമ്മളോട് ചേർന്ന് കരയുന്ന ദൈവമാണ്. അവിടെ നിന്നും അവൻ പോയി കാരാഗ്രഹത്തിലെത്തി. കാരാഗ്രഹത്തിൽ എത്തിക്കഴിഞ്ഞപ്പോ അവിടെ നമുക്കറിയാം, പാരമാത്രമാകേണ്ട പ്രമാണിയും അപ്പക്കാരുടെ പ്രമാണിയും അവിടെ ഉണ്ടായിരുന്നു. അധികം ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ യോസേഫ് അവിടെ അവര് കണ്ട സ്വപ്നങ്ങളെ എന്ത് ചെയ്തു, വ്യാഖ്യാനിച്ചതായി നമ്മൾ കാണുന്നുണ്ട്. പാരമാത്രമാകനോട് പറഞ്ഞു,
നീ ഇനിയും എന്ത് ചെയ്യും? രാജാവിന്റെ സന്നദ്ധിയിൽ നിൽക്കും. അപ്പക്കാരനോട് പറഞ്ഞു, നീ എന്ത് ചെയ്യും? നിന്നെ കൊല്ലും. ആമേൻ. ദൈവത്തിന്. പക്ഷെ പാനപാത്രവാഹകനോട് പറഞ്ഞു, നീ സുഖമായിരിക്കുമ്പോ, നീ അവിടെ എത്തുമ്പോൾ എന്നെ കൂടെ എന്ത് ചെയ്യണം? ഓർക്കണം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവത്തിന്റെ മക്കളെ, ഹല്ലേലൂയ, ഈ യോസേഫിനെ ഓർക്കുമെന്ന് വിചാരിച്ച് യോസേഫ് ഇരുന്ന് കാണും. പക്ഷേ താൻ വെളിപ്പാട് പറഞ്ഞവൻ, താൻ ആലോചന പറഞ്ഞവൻ, താൻ പ്രാർത്ഥിച്ചവൻ, താൻ അരുളപ്പാട് പറഞ്ഞവൻ, ഞാൻ പ്രാർത്ഥിച്ച് വിടുതൽ പ്രാപിക്കപ്പെട്ടവൻ തന്നെ ഓർത്തില്ലല്ലോ എന്ന് വിചാരിച്ചപ്പോ യോസേഫിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീട് കാണും. ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങൾ പ്രതീക്ഷിച്ചവരാ, ഞാനും നിങ്ങൾ പ്രാർത്ഥിച്ചവരാ, ഞാനും നിങ്ങൾ ചിന്തിച്ചവരാ. നമ്മെ ഓർക്കാതെ മറന്നു പോകുമ്പോൾ നമ്മളെ ഓർക്കുന്ന ഒരു നല്ല ദൈവം ജീവിക്കുകയാണ്. യോസേഫിന്റെ കണ്ണിൽ നിന്ന് അവൻ കണ്ണുനീരിന്റെ താഴ്വരകളാ. ഈ 3 സന്ദർഭങ്ങളിൽ യോസേഫിന്റെ കണ്ണിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ണുനീര് വീണിട്ടുണ്ടാകും. പക്ഷേ ഈ 3 സന്ദർഭങ്ങളിലും കണ്ണുനീര് വന്നപ്പോഴും രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടപ്പോഴും അവൻ ഒരിക്കൽ കണ്ട വെളിപ്പാട് അവൻ ഓർത്തിട്ടുണ്ടാകും. ദൈവത്തിന്റെ സമയമായപ്പോൾ ആ രാജ്യത്തിന്റെ രണ്ടാമനായി ദൈവം യോസേഫിനെ മാനിച്ചു. അല്പകാലത്തേക്ക് മാത്രം ഞാൻ നിന്നെ മറന്നെങ്കിലും മഹാകരുണയോടെ ഓർക്കുന്ന നല്ല ദൈവം. അല്പസമയത്തേക്ക് മാത്രം ഞാൻ ദൈവം നമ്മളെ മറന്നു തോന്നിയാലും നമ്മളെയൊക്കെ എന്ത് ചെയ്യും? മഹാകരുണയോടെ ദൈവം നമ്മളെ ചേർത്തുകൊള്ളുന്ന ദൈവമാണ്. ഹല്ലേലൂയ. കരഞ്ഞത് വെറുതെ ആയില്ല. പൊട്ടക്കിണറ്റിൽ വീണ കണ്ണുനീര് വെറുതെ ആയില്ല. അല്ലേ, ആരോപണം വന്നപ്പോൾ വീണ കണ്ണുനീര് വെറുതെ ആയില്ല. കാരാഗൃഹത്തിൽ വീണ കണ്ണുനീര് വെറുതെ ആയില്ല. അവൻ ഒരു രാജ്യത്തിന്റെ രണ്ടാമനായി ദൈവം അവനെ ഉയർത്തി. സ്തോത്രം. ഇന്ന് പകൽക്കാലം യോസേഫ് ഓർത്തില്ല ഇങ്ങനെ ഒരു കാര്യം നടക്കുമെന്ന്. ദൈവം ഒരുത്തനെ ഉയർത്തുമ്പോൾ അത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, മനുഷ്യരുടെ ഹൃദയത്തിൽ എന്ത് ചെയ്തില്ല? തോന്നിയിട്ട്. പക്ഷെ ദൈവം ഉയർത്തുന്ന ഏത് വഴിയാ നമുക്ക് അറിയത്തില്ല. ആ വഴിയിലൂടെ നമ്മൾ പോയിക്കൊള്ളണം. സ്തോത്രം, സ്തോത്രം. എന്നെ ദൈവം ഉയർത്തും. ഏതു നിലയിൽ? ആ രാജ്യത്തിന്റെ ഭരണാധികാരിയായി ദൈവം അവനെ ഉയർത്തി. ദൈവം അവനെ ഉയർത്തിയപ്പോ അവൻ നമ്മൾ വായിക്കുന്നുണ്ട്, തന്റെ സഹോദരന്മാരോട് അവൻ പ്രതികാരം ചെയ്തില്ല. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കുന്നവരും വെളിപ്പാട് പറഞ്ഞവരും അവൻ പ്രതികാരം ചെയ്യാൻ അവൻ എന്ത് ചെയ്യത്തില്ല? കഴിയത്തില്ലെന്ന് മാത്രമല്ല, സഹോദരന്മാർ ഏതാവശ്യമായി വന്നുവോ അവരുടെ ആവശ്യങ്ങൾ അവൻ നിവർത്തിച്ചവരെ വിടുകയാണ്. അവരുടെ ചാക്ക് നിറച്ച് ധാന്യങ്ങൾ കൊടുത്ത് അവരെ വിടുകയാണ്. അത് കഴിഞ്ഞിട്ട് തന്റെ അപ്പനെയും സഹോദരന്മാരെയും ഈ രാജ്യത്ത് പാർപ്പിക്കുവാൻ അവന് മനസ്സ് ദൈവം കൊടുക്കുകയല്ലേ? പാർപ്പിക്കുവാൻ അവന് മനസ്സ് ദൈവം തോന്നിച്ചു. ഇന്ന് പകൽക്കാലം അല്ലെങ്കിൽ എതിർത്തു നിന്നവരെ, ചതിച്ചവരെ, തള്ളിക്കളഞ്ഞവരെ, പൊട്ടക്കിണറ്റിലിട്ടവരെ ശിക്ഷിക്കാനല്ല, അവരെ രക്ഷിക്കാനാണ് നല്ല യോസേഫ് താല്പര്യപ്പെട്ടത്. ഇന്ന് പകൽക്കാലം എന്റെ നിങ്ങളുടെ ദൈവം ഇന്ന് പകൽക്കാലം കണ്ണുനീരിന്റെ താഴ്വരകൾ വരുമ്പോ അത് അല്പസമയത്തേക്ക് മാത്രമേ ഉള്ളൂ. അത് കഴിയുമ്പോൾ അതിനെ ജലാശയമാക്കി മാറ്റും. ഇപ്പോ ആ രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ദൈവം ഒരുത്തനെ ഉയർത്തുമ്പോ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വിടുതൽ ദൈവം പകരുമ്പോ ദൈവത്തിന് സ്തോത്രം. ചെറിയ വിടുതലല്ല ദൈവം പകരുന്നത്. ആമേൻ. ഔദ്യോഗിക സ്ഥാനങ്ങളിൽ, ശുശ്രൂഷയുടെ സ്ഥാനങ്ങളിൽ അവൻ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമ്പോൾ അതിശ്രേഷ്ഠമേറിയതായിട്ടാണ് ദൈവം ചെയ്യുന്നത്, വെളിപ്പെടുത്തുന്നത്. നമ്മള് യോഹന്നാന്റെ സുവിശേഷത്തിൽ കഴിഞ്ഞ ആഴ്ച വായിക്കണ്ട, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വായിച്ചതാ അല്ലെ? ഗുഡ് ഷെപ്പേർഡ്. ഞാൻ നല്ല ഇടയനാ. നമ്മൾ ചീഫ് ഷെപ്പേർഡിനെ കുറിച്ച് വായിച്ചു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ ഗുഡ് ഷെപ്പേർഡ് നല്ല ഇടയനാണെന്ന് നമ്മളോടൊക്കെ കർത്താവ് പറഞ്ഞു തന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ അതാ വായിച്ചത്. ഹല്ലേലൂയ.
എന്നാൽ നമ്മളെ 11-ാം അധ്യായത്തിൽ വരുമ്പോ ഞാൻ നല്ല ഇടയനാണെന്ന് പറഞ്ഞ കർത്താവ് അവൻ 11-ാം അധ്യായത്തിൽ യോഹന്നാന്റെ സുവിശേഷം വായിക്കണ്ട, നമുക്കറിയാം. യോഹന്നാന്റെ സുവിശേഷം 11-ൽ വരുമ്പോ കർത്താവ് വിസിറ്റ് ചെയ്യുന്ന ഒരു വീട്, ആ വീട്ടില് ആമേൻ അവിടുത്തെ ഏക ആശ്രയമായിരുന്ന ആ മകൻ ലാസർ എന്ത് ചെയ്തു? 10-ാം അധ്യായത്തിൽ എന്താ കർത്താവ് പറഞ്ഞത്? ഞാൻ നല്ല. 11-ാം അധ്യായത്തിൽ വന്നപ്പോൾ എന്താ ആ വീട്ടിൽ എന്താ സംഭവിച്ചത്? കണ്ണുനീരിന്റെ അനുഭവങ്ങൾ. കർത്താവേ, നീ അല്ലയോ പറഞ്ഞത് ഞാൻ നല്ല ഇടയനാണെന്ന്, പിന്നെ എന്തുകൊണ്ട് എന്റെ വീട്ടില് ഈ ദുഃഖം വന്നു, കണ്ണുനീര് വന്നെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. സ്തോത്രം. നമ്മൾ എന്താ വായിക്കുന്നറിയാം? കർത്താവ് ഈ വിവരം അറിഞ്ഞൊരു ധീരമായി കിടക്കുന്നത് കർത്താവ് എന്ത് ചെയ്തു? താൻ ഇരുന്ന സ്ഥലത്ത് 4 ദിവസത്തോളം അവിടെ തന്നെ ഇരുന്നു. എന്നിട്ടൊരു കാര്യം പറഞ്ഞു, ഈ ധീരം മരണത്തിനല്ല, പിന്നെ എന്തിനാണ്? ദൈവനാമ മഹത്വത്തിനായി. ഇന്ന് പകൽക്കാലം അവൻ ഉയർത്തെഴുന്നേൽക്കും, അവൻ ഉറങ്ങുകയാണ്, അവൻ ഉയർക്കും. കർത്താവിനറിയാം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വരട്ടെ. നമ്മൾ എന്താ വായിക്കുന്നത്? കർത്താവ് വന്നിട്ടപ്പോൾ സഹോദരി പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ എന്ത് ചെയ്യത്തില്ലായിരുന്നു. ദൈവത്തിന് കർത്താവ് എന്താ പറഞ്ഞെന്നറിയാമോ? വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ഇന്ന് പകൽക്കാലം വിശ്വസിച്ചാൽ ഇന്ന് പകൽക്കാലം നിനക്ക് അസാധ്യമായിരിക്കാം, പക്ഷെ ദൈവത്തിനൊരു കാര്യമല്ല അസാധ്യമല്ല. ഇന്ന് പകൽക്കാലം അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ കർത്താവ് വന്നിട്ടുണ്ട്. കർത്താവേ, 4 ദിവസമായി ചിന്തിക്കാൻ കഴിയത്തില്ല, അങ്ങനെ ഒരു സംഭവം നടക്കാൻ സാധ്യതയില്ല. ഞങ്ങൾ വിശ്വസിക്കുന്ന ഒടുവിലത്തെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർക്കുമെന്ന് ഞങ്ങൾ എന്ത് ചെയ്യുക? വിശ്വസിക്കുക. എന്താ യേശു പറഞ്ഞത്? നീ വിശ്വസിച്ചാൽ മതി, ദൈവത്തിന്റെ മഹത്വം കാണും. സ്തോത്രം. കർത്താവ് വന്നിട്ട് ആമേൻ 1-2 വാചകങ്ങളിലാ പ്രാർത്ഥിച്ച്. നമ്മളാണെങ്കിൽ അരമണിക്കൂർ പ്രാർത്ഥിച്ചാലും ഒരു പനി പോലും എന്ത് ചെയ്യത്തില്ല, വിട്ടുമാറത്തില്ല. എന്നെ എപ്പോഴും ചിന്തിക്കുന്നത്, ഏലിയ 2 വാചകം പ്രാർത്ഥിച്ചത്. എന്താ? നീ ഇസ്രായേലിൽ ദൈവം, ഞാൻ നിന്റെ 2 വാചകമേ പ്രാർത്ഥിച്ചുള്ളൂ. സ്വർഗത്തിൽ നിന്ന് എന്ത് ചെയ്തു? യേശു വന്നിട്ട് 1-2 കാര്യം, പിതാവേ, ഞാൻ എന്തപേക്ഷിച്ച് എന്റെ പ്രാർത്ഥന കേൾക്കുന്നത്, എന്തപേക്ഷിച്ചാൽ നീ നൽകി തരും പറഞ്ഞിട്ട് ഒറ്റ വിളിയാ. എന്താ? ലാസറേ, നീ പുറത്ത് വരിക. നമ്മൾ വിളിക്കാൻ പോന്നേ ഇല്ല, കാരണം നമുക്ക് ആ വിശ്വാസമില്ല. ദൈവത്തിന് അവിടെ നമ്മൾ എന്ത് ചെയ്യത്തില്ല. നീ വിളിച്ചേച്ച കാണും സുനിസിസ്റ്റന്നെ നോക്കിയിരിക്കുക, വാസ്തു കയറി കണ്ട് വിളിച്ചു, ആളൊട്ട് വന്നു ഇല്ലെന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അല്ലെങ്കിൽ ദൈവം പറഞ്ഞാൽ എന്ത് ചെയ്യണം? ദൈവം പറഞ്ഞാൽ എന്ത് ചെയ്യണം? അത് പാസ്റ്ററെ മാത്രം ഏൽപ്പിച്ചിരിക്കുന്നതല്ല, നമ്മളിലൂടെ എല്ലാം ശുശ്രൂഷ വെളിപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കപ്പെടട്ടെ, ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടട്ടെ, ദൈവിക രോഗശാന്തി നടക്കപ്പെടട്ടെ, ദൈവത്തിന്റെ അത്ഭുതകരങ്ങൾ നടക്കട്ടെ. ദൈവം പ്രവർത്തിക്കുന്ന കാലമാണ്. ഹല്ലേലൂയ. കർത്താവേ, ഇത് നടക്കുമോ? ഇത് നടക്കുമോ? ഇത് നടക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മരിച്ചവർ എന്ത് ചെയ്തു? യേശു ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ അവന്റെ യേശു കണ്ണുനീര് വാർത്ത നമ്മൾ എന്റെ മേളിൽ വായിക്കുന്നു. 10-ാം അധ്യായത്തിൽ ഞാൻ നല്ല ഇടയനാണെന്ന് പറഞ്ഞ കർത്താവ് 11-ാം അധ്യായത്തിൽ ഈ വീട്ടിൽ കണ്ണുനീരിന്റെ അനുഭവമാണ്. ഇന്നലെ നമ്മളോട് അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു നല്ല കർത്താവാണെന്ന് പറഞ്ഞിട്ട് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കണ്ണുനീരിന്റെ അനുഭവമാണ്. ഓർത്തോളം, കർത്താവ് അറിയാതെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. അവൻ അറിഞ്ഞാണ് സംഭവിച്ചതെങ്കിൽ
ലാസറിനെ ഉയർപ്പിക്കുവാൻ അവൻ വരും. അവന്റെ വാക്കിന്റെ മുമ്പിൽ അവൻ ഉയർക്കും. ഇന്ന് പകൽക്കാലം 12-ാം അധ്യായം വായിക്കണ്ട. 1-ാം വാക്യം, ലാസർ പന്തിയിലിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ. 10-ാം അധ്യായം നല്ല ഇടയനെ പറഞ്ഞ് പരിചയപ്പെടുത്തി. 11-ാം അധ്യായം കരയുന്ന ആമേൻ കർത്താവിനെ പരിചയപ്പെടുത്തി. ആമേൻ 12-ാം അധ്യായം പന്തിയിലിരിക്കുന്ന ലാസറിനോട് ചേർന്നിരിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. നല്ല ഇടയനാണെന്ന് പറഞ്ഞ കർത്താവ് 11-ാം അധ്യായം ഹല്ലേലൂയ ഉയർപ്പിച്ചു കൊടുക്കുന്ന കർത്താവ്, ജീവൻ വീണ്ടും എടുത്തു കൊടുക്കുന്ന കർത്താവ്. 12-ാം അധ്യായം പന്തിയിലിരിക്കുന്ന ചേർന്ന് ആമേൻ പന്തിഭോജനം കഴിക്കുന്ന കർത്താവ്. ഇന്ന് പകൽക്കാലം ആ കർത്താവ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കണ്ണുനീരിന്റെ താഴ്വരകൾ വരും. കണ്ണുനീരിന്റെ താഴ്വരകൾ വരുമ്പോ ഹല്ലേലൂയ അതിനെ ജലാശയമാക്കി ദൈവം മാറ്റും. ആമേൻ. ആമേൻ. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ആമേൻ എന്നും നമുക്ക് കണ്ണുനീരില്ല, എന്നും നമുക്ക് ദുഃഖമില്ല. ദൈവം അവരുടെ കണ്ണിലെ കണ്ണുനീരെല്ലാം അവരെ ചെയ്യുന്ന തുടച്ചു കളയുന്ന ഒരു ദിവസം വരുന്നു. ഇന്ന് പകൽക്കാലം അത് നമ്മുടെ ജീവിതത്തിലും തുടച്ചു കളയട്ടെ. നമ്മുടെ ജീവിതത്തെ ആമേൻ ഇന്ന് പകൽക്കാലം അർത്ഥപൂർണ്ണമാക്കുവാൻ കർത്താവ് മതിയായവൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വായിക്കുന്ന 23-ാം സങ്കീർത്തനം. ആമേൻ. അവിടെ നമ്മൾ 4-ാം വാക്യം, അവിടെ നമ്മൾ വായിക്കുന്നത് കൂരിരുളിന്റെ താഴ്വര ഞാൻ നടന്നാലും അനർത്ഥവും എന്ത് ചെയ്യത്തില്ല. കാരണം എന്തെന്നറിയാമോ? യഹോവ എന്റെ ഇടയനായത്. കൂരിരുളിന്റെ താഴ്വരകൾ വരും. ശൗമേലിന്റെ 1-ാമത്തെ പുസ്തകം 17-ാം അധ്യായം ഒന്നെടുത്ത് 17-ാം അധ്യായം ആമേൻ ഒന്ന് വായിച്ചു. അനന്തരം ഫെലിസ്ത്യർ സൈന്യങ്ങളെ യുദ്ധത്തിന് ഒന്നിച്ചുകൂടി. അവർ യഹൂദയ്ക്കുള്ള സോഖോവിൽ ഒരുമിച്ച് കൂടി. സോഖോവിനും അസക്കയ്ക്കും മധ്യേ ഏഫെസ് ദമീമിൽ പാളയമിറങ്ങി. ശൗലും ഇസ്രായേലും ഒന്നിച്ചുകൂടി ഏലാ താഴ്വരയിൽ പാളയം. അവിടെ ഏലാ താഴ്വര എന്ന് പറയുന്ന ഒരു താഴ്വരയുണ്ട്. അവിടെ എന്താണെന്ന് അറിയാമോ? ഒരു ഫെലിസ്ത്യൻ നിന്ന് എന്ത് ചെയ്യുക? വെല്ലുവിളിക്കുക. ആരെ? ഇസ്രായേലിന്റെ സൈന്യത്തെ, ഇസ്രായേൽ നിരകളെ. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേൽ നിരയിലുള്ളവര് വലിയ പ്രാപ്തന്മാരായിട്ട് ദാവീദിനെ പോലുള്ളവരൊക്കെയാ. ദാവീദിന്റെ ചേട്ടന്മാരും അതുപോലൊക്കെ ഉള്ളവരായിരിക്കും. അവരിൽ 1-2 പേരൊക്കെ ഉണ്ട് പട്ടാളത്തിൽ. അപ്പൊ എന്നാൽ ഇന്ന് പകൽക്കാലം ഇവിടെ നമ്മൾ എന്താ വായിക്കുന്നറിയാമോ? ആമേൻ. ഇവിടെ നിന്ന് വെല്ലുവിളിക്കുമ്പോഴാണ് ദാവീദ് രംഗപ്രവേശനം ചെയ്യുന്നത്. ഏലാ താഴ്വര. ദൈവത്തിന് സ്തോത്രം. അവിടെ നിന്ന് വെല്ലുവിളിക്കുമ്പോ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ നിന്ദിക്കുന്ന ഇവൻ ആരാണെന്ന് പറഞ്ഞിട്ടാണ് ദാവീദ് അങ്ങോട്ട് ചെല്ലുന്നത്. അവന്റെ മറ്റവന്റെ കയ്യിൽ, ഫെലിസ്ത്യന്റെ കയ്യിൽ വാളും പരിചയൊക്കെ ഉള്ളപ്പോ ദാവീദിന്റെ കയ്യിൽ എന്താ പറഞ്ഞത്? കല്ലുകളും മാത്രം. ഇന്ന് പകൽക്കാലം കയ്യിലുള്ള ആയുധങ്ങളുടെ ബലമല്ല. ഈ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. അങ്ങനല്ലേ? എവിടാണ്? 5-ാം വാക്യം. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. 20-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുന്നു, ചിലർ രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നു, നാമോ ഞങ്ങൾ ദൈവമായ യഹോവയിൽ ചെയ്യാം. പലരുടെയും ആശ്രയം ഈ ലോകത്തിലെ പലതിലാണ്. പണത്തിലായിരിക്കാം, പ്രതാപത്തിലായിരിക്കാം, സ്ഥാനമാനങ്ങളിലായിരിക്കാം, രാഷ്ട്രീയ പിടിപാടുകളിലായിരിക്കാം, കൂട്ടുകാരുകളിലായിരിക്കാം, ബന്ധുബലങ്ങളിലായിരിക്കാം. എന്നാൽ ഇന്ന് കാലം മറന്നു പോകരുത്. എന്റെ ആശ്രയം എന്റെ കർത്താവിലാണ്, എന്റെ ബലം കർത്താവിലാണ്, ഞാൻ ചാരുന്നത് കർത്താവിലാണ്. അവനാണ് എന്റെ ബലം. ഹല്ലേലൂയ. ചിലർ കുതിരകളിൽ ആശ്രയിക്കുക, ചിലർ രഥങ്ങളിൽ ആശ്രയിക്കുക. പലർക്കും പലതിൽ ആശ്രയിപ്പാനായിട്ട് കഴിയും.
ഇന്ന് പകൽക്കാലം നമ്മൾ ആശ്രയിക്കുന്നത് ദൈവത്തിലായിരിക്കണം. ഹല്ലേലൂയ. ലോകത്തിലുള്ള ഒന്നിലും ആശ്രയിക്കരുത്. എല്ലാം വേഗം നമ്മളെ കൈവിട്ടു പോകും. കർത്താവേ, നിന്നിൽ മാത്രം ഞാൻ ആശ്രയിക്കുക, ദൈവത്തിൽ മാത്രം ഞാൻ ആശ്രയിക്കുക. ദൈവത്തിന്റെ കരം എന്റെ മേലുണ്ടാകണമേ. എന്റെ ആശ്രയം നീ മാത്രമാണ്. എന്റെ നിന്നിൽ മാത്രമാണ്. ഈ ലോകത്തിലെ ഒരു ശക്തിയിലും ഞാൻ എന്ത് ചെയ്യുന്നില്ല, ആശ്രയിക്കുന്നില്ല. നമ്മൾ പറയാം, ചിലപ്പോ പറയും, ഒരു പ്രശ്നം വന്നാൽ ഒരു രാഷ്ട്രീയക്കാരനെങ്കിലും പരിചയപ്പെട്ട് ഇരുന്നേക്കാം, ഒരു MLA എങ്കിലും നമ്മുടെ കൂടെ നിൽക്കട്ടെ. ഒരു പ്രശ്നം വരുമ്പോഴും ഒരു MLA നമ്മളോടൊപ്പം കാണത്തില്ലെന്ന് മാത്രമല്ല, ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം, ഞാനിത് പ്രസംഗിക്കുന്നെങ്കിലും നാളെ എന്താണെന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും, നമ്മൾ ഈ ലോകത്തിലെ ഒരു മനുഷ്യരെ എന്ത് ചെയ്യരുത്, എന്ത് വന്നാലും ദൈവത്തിൽ എന്ത് ചെയ്യണം. അങ്ങനെ ആയിരുന്നു പണ്ടത്തെ ഭക്തന്മാർ, അങ്ങനെയായിരുന്നു നമ്മളെ പഠിപ്പിച്ചത്. ഇന്ന് നമ്മൾ ലോകത്തിന്റെ ബലങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്, ദാവീദ് ഫിലിസ്ത്യൻ ഈ ലോകത്തിലെ അവന്റെ ശക്തിയിൽ ആശ്രയിച്ചപ്പോ ദാവീദ് തന്റെ ദൈവമായ യഹോവയിൽ എന്ത് ചെയ്തു, ശൗല് കൊടുത്ത വടച്ചട്ടൊക്കെ ഇട്ടുണ്ടാ പോലെ. പക്ഷെ ഇതൊന്നും ഞാൻ എന്ത് ചെയ്തില്ല, ഇതൊന്നും ഞാൻ ശീലിച്ചിട്ടില്ല. അവൻ കവണിയിൽ കല്ലെടുത്ത് ഉന്നം തെറ്റാതെ ഫിലിസ്ത്യന്റെ മേൽ കൊണ്ടു. പകൽക്കാലം അഭിഷേകം പ്രാപിച്ചവൻ അഭിഷക്തൻ, അഭിഷക്തൻ പ്രാർത്ഥിക്കുന്നവൻ, ഹല്ലേലൂയ, ശത്രുവിനെ ജയിക്കുന്നത് പോലെ വേറെ ആർക്കും ജയിക്കാൻ കഴിയത്തില്ല. കർത്താവിന്റെ ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ജാതി നമ്മളെ വിട്ടുമാറത്തില്ല. ഇന്ന് പകൽക്കാലം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരുടെ നടുവില, അഭിഷേകം പ്രാപിച്ചവരുടെ നടുവില, ദൈവകൃപ അനുഭവിക്കുന്നവരുടെ നടുവില, പ്രാർത്ഥിക്കുന്നവരുടെ നടുവില ഒരു ശക്തി നിൽക്കുവാൻ ദൈവം അനുവദിക്കുന്നില്ല. ഇന്ന് പകൽക്കാലം ശത്രു ഒരു വഴിയായി വരുമ്പോൾ 7 വഴിയായി ഓടിക്കുവാൻ ദൈവം അവിടെ നമ്മളൊരു കാര്യം വായിക്കുന്നുണ്ട്. ഈ ദാവീദ് അപ്പന്റെ വീട്ടിലെ വലിയ വിലയുള്ളവരൊന്നും ആയിരുന്നില്ല. എന്നാൽ അഭിഷേകതയിലും വീട് കഴിഞ്ഞപ്പോ വീട്ടിലുള്ളവർക്ക് മനസ്സിലായിക്കാണ് ഇവരിൽ എന്തോ ഉണ്ട്. അഭിഷേകതയിലും വീണവരെ കണ്ടാലറിയാം, അവന്റെ ഇടപാടുകൾ കണ്ടാലറിയാം, അവന്റെ ജീവിതം കണ്ടാലറിയാം. അവൻ തൊടുന്നതൊക്കെ ദൈവനാമത്തിലാണെങ്കിൽ അതിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി എന്ത് ചെയ്യും, വെളിപ്പെടും. ദൈവത്തിന് സ്തോത്രം. എന്നിൽ അഭിഷേകതയിലുണ്ട്, എന്നിൽ അഭിഷേകമുണ്ടെന്ന് നമ്മൾ അന്യഭാഷ പറയുന്നത് കൊണ്ടല്ല അറിയപ്പെടുന്നത്. നമ്മളിലുള്ള അഭിഷേകം നമ്മുടെ ജീവിതം കൊണ്ട് പ്രവൃത്തി അന്യഭാഷ അത് മറുഭാഗമെന്ന് മാത്രമേ ഉള്ളൂ. ആത്മാവിന്റെ നിറവിലുള്ള പ്രാർത്ഥനയാണ്, ആരാധനയാണ്, കൃപാവരമാണ്. ഇന്ന് മുതൽക്കാലം ജീവിതമാണ് ഏറ്റവും വലുത്. ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ദാവീദ്, ആമേൻ, ഇവിടെ നമ്മൾ വായിക്കുന്നത് ഒരു ഫെലിസ്ത്യനാണ് ദാവീദിന് ജയം ഉണ്ടാക്കി കൊടുത്തത്. എന്താ ഈ ജയം കഴിഞ്ഞ് വരുമ്പോ ഇസ്രായേലിലെ കന്യകമാര് പാടി, ശൗല് 1000 കൊന്നു, ദാവീദ് എന്ത് ചെയ്തു, 10,000 കൊന്നു. ഈ പാട്ട് പാടാൻ, അല്ലെങ്കിൽ ഈ ജയത്തിന്റെ പാട്ട് പാടത്തക്ക നിലയിൽ ദാവീദ് ഉയരാൻ കാരണം സർവശക്തനായ ദൈവത്തിന്റെ അഭിഷേകമാണെങ്കിൽ മാത്രമല്ല, ഒരു ഫെലിസ്ത്യന്റെ വെല്ലുവിളി പിന്നത്തേതിൽ ദാവീദിന്റെ ഉയർച്ചയ്ക്ക് കാരണമായി മാറി. ഇന്ന് പകൽക്കാലം ശത്രു വെല്ലുവിളിക്കുമ്പോൾ അതിനപ്പുറമായി ഒരു വിടുതലിന്റെ ദിവസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഹല്ലേലൂയ. അതിനപ്പുറത്തേക്ക് നമ്മൾ പരിശോധിക്കുമ്പോ നമ്മൾ വായിക്കുന്നുണ്ട്, ആമീൻ, ഈ പാട്ട് കേട്ടപ്പോ ശൗലിന് എന്തോ തോന്നി, അസൂയ. ദാവീദിനോട് അവന് കണ്ണുകടി തുടങ്ങി. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം,
ശൗലു ഉണ്ടോ പ്രവാചകണത്തിൽ എന്നൊക്കെ ചോദിച്ചതാ. ഈ കണ്ണുകടി തുടങ്ങി കഴിഞ്ഞപ്പോ ദൈവത്തിന്റെ ആത്മാവ് മാറി. ആരായി ദുരാത്മാവിനെ കൊടുത്തേ? ദൈവം കൊടുത്തു. രണ്ടാത്മാവിനെ കൊടുത്തു ആരാ? അപ്പൊ ഒരു നിസ്സാരമെന്ന് നമ്മൾ തോന്നുന്ന ഒരു കാര്യം ആരും അറിയാതെ നമുക്കൊരു കണ്ണുകടി വന്നതാണ്, ഒരു അസൂയ. അവിടെ എന്ത് ചെയ്തു? നല്ല ആത്മാവ് അങ്ങ് മാറി. അപ്പൊ അതും ദൈവം അയച്ചത്, മറ്റേതും ദൈവം അയച്ചത്. നമ്മൾ അറിയത്തില്ല. നമ്മള് വൃക്ഷത്തെ എന്തുകൊണ്ടാണ് അറിയുന്നേ? ഫലം കൊണ്ട്. ഇസ്രായേൽ മക്കളും ഇസ്രായേലിലൂടെ കടന്നു വരുമ്പോ അവിടെ ആൾക്കാരൊക്കെ ചത്തുവീഴുകയും, ദൈവത്തോട് പരിഹസിച്ചവർ, ദൈവത്തെ പിൻപറ്റാതിരുന്നവർ, ദൈവത്തെ ആക്ഷേപിച്ചവർ, അവൻ ദൈവത്തെ ആരാധിക്കാത്തവർ, മോശെ പണ്ട് പറഞ്ഞവർ, മരുഭൂമിയിലൊക്കെ അവർ വീഴുക. ആരാണ് കൊന്നത്? സർവശക്തനായ ദൈവം അവരെ മരുഭൂമിയിൽ വീഴിക്കുകയാണ്. ഒന്നോ രണ്ടോ പേര് അശേഷിക്കുന്നത്. ഇന്ന് പകലക്കാലം മറന്നു പോകരുത്. ദൈവം തരുന്ന ആത്മാവിനെ തിരിച്ചെടുക്കാനും ആർക്ക് കഴിയും? പക്ഷെ അത് എടുക്കത്തില്ല. പക്ഷെ ഈ ആത്മാവിനെ പിന്നെ എന്താക്കി മാറ്റും? എന്തായി മാറി? ശൗലിന്റെ മേൽ ദുരാത്മാവ് വന്നപ്പോ ഇപ്പൊ ദാവീദിനെ എങ്ങനെയെങ്കിലും എന്ത് ചെയ്താ മതി. പക്ഷേ ദൈവം അനുവദിക്കുന്നില്ല. ദാവീദിന് അല്പകാലം ഗർത്തങ്ങളും ഗുഹകളും മലകളും താഴ്വരകളും വനങ്ങളും ഒക്കെ താണ്ടേണ്ടി വന്നാലും അവന്റെ സിംഹാസനം ഉറപ്പിക്കാതിരിപ്പാൻ തക്കവണ്ണം ശൗലിനാലാവുന്നത് പരിശ്രമിച്ചെങ്കിലും സ്വർഗത്തിലെ ദൈവത്തിന്റെ സമയമായപ്പോൾ അവന്റെ ഇരിപ്പിടം ദൈവം അവന് തന്നെ നൽകി. ഇന്നകാലം ദൈവത്തിന്റെ പൈതലേ, നീ അല്പസമയത്തേക്ക് ഗർത്തങ്ങളിലാകാം, ഗുഹകളിലാകാം, പരിഹാസങ്ങളിലും നിന്ദകളിലുമായിരിക്കാം. പക്ഷെ എന്നെ നിങ്ങളെ ഉറപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. നീ എന്ത് ചെയ്താ മതി? ഉറപ്പും ദൈവത്തിന്റെ വലിയ പ്രവൃത്തി. അപ്പോ ഏലാ താഴ്വര ആമേൻ കരുത്തിന്റെ ശക്തിയുടെ താഴ്വരയാണ്. നമ്മുടെ മുമ്പ് വായിച്ച സങ്കീർത്തനം, കൂരിരുളിന്റെ താഴ്വരകൾ വരും. ഇരുട്ടാണ് എവിടെ നോക്കിയാലും, ഒരു പ്രകാശം എന്ത് ചെയ്യുന്നില്ല, തെളിഞ്ഞു വരുന്നില്ല. ദൈവത്തിന് എന്നാൽ ഞാൻ അതിനെ എന്താക്കി തീർക്കാൻ പോവുക? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, ഈ സങ്കീർത്തനത്തിൽ 23-ാം സങ്കീർത്തനത്തില് ആദ്യത്തെ 3 വാക്യങ്ങൾ ഒരാടിനോട് പറയുന്നതാ. എന്താ? നീ അറിഞ്ഞോ? യഹോവ എന്റെ ഇടയനാ. അടുത്ത 2 വാക്യങ്ങൾ ആടുകൾ തമ്മിൽ വിശ്വാസം പ്രഖ്യാപിക്കുക. കൂരിരുളിന്റെ താഴ്വര വരും, ഞാൻ അനർത്ഥം ഭയപ്പെടുകയില്ല, കാരണം അവൻ എന്നോട് കൂടി ഇരിക്കും. അവന്റെ വടിയും കോലും എന്നെ എന്ത് ചെയ്യും? എന്റെ ശത്രുക്കൾ കാണുക എനിക്ക് വിരുന്നൊരുക്കും. എന്റെ തലേ അവര് വിശ്വാസത്താൽ പറയുക, ശത്രുക്കൾ കാണുക എനിക്ക് എന്ത് ചെയ്യും? ഒരുക്കും. എന്റെ തലേ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. ഹല്ലേലൂയ. കൂരിരുളിന്റെ താഴ്വരകൾ ജീവിതത്തിൽ വരും. പക്ഷെ മറന്നു പോകരുത്, അതിനപ്പുറമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം, സ്തോത്രം. എന്നും കണ്ണുനീരിന്റെ താഴ്വര കാണത്തില്ല, എന്നും വെല്ലുവിളികളുടെ താഴ്വര കാണത്തില്ല, എന്നും കൂരിരുളിന്റെ താഴ്വര കാണത്തില്ല. അതിലപ്പുറമായി എനിക്ക് വേണ്ടി ശാന്തമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. കർത്താവേ, നീ എന്നെ നന്നായി അറിയുന്ന ദൈവം. കർത്താവേ, നീ എന്റെ അവസ്ഥകളെ അറിയുന്ന ദൈവമാ, എന്റെ ഭാരങ്ങൾ അറിയുന്ന ദൈവമാ. കർത്താവേ, ഇന്ന് ഞാൻ നടക്കുന്ന അനുഭവങ്ങൾ അറിയുന്ന നല്ല ദൈവമാണ്. എന്നെ നീ ഇന്ന് പോലെ കാലം അനുഗ്രഹിക്കണമേ എന്ന് നമ്മൾ ദൈവത്തോട് നിശ്ചയമായ ദൈവത്തിന്റെ വലിയ കരം നമ്മുടെ മേൽ നീട്ടുവാൻ ദൈവം മതിയായവനാണ്. ഞാൻ എന്ത് ചെയ്യണം കർത്താവ്? ഒരിരുളിൽ ഇരുട്ടിന്റെ അനുഭവങ്ങളാണ്. ദൈവമേ, എന്റെ മുമ്പിൽ ഒരു വെളിച്ചവും എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. ഒരു വെളിച്ചവും കാണുന്നില്ല. അതിനൊരു കാര്യം ചെയ്താൽ മതി, ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങിയാൽ മതി.
ദൈവത്തിന്റെ ദൂതം വന്നു കഴിഞ്ഞപ്പോഴെന്താ സംഭവിച്ചത്? നമ്മൾ പ്രവർത്തന പുസ്തകത്തിൽ വായിക്കുന്ന അവൾ അറയിൽ അവിടെ വിളിച്ച കാലം ദൂതൻ ഇറങ്ങിയാൽ, നമ്മുടെ വീട്ടിൽ ഇറങ്ങിയാൽ, സഭയിൽ ഇറങ്ങിയാൽ, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ഒരു വലിയ പ്രകാശം ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരും. ദൈവത്തിന് അവസ്ഥ. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുകൂടി ഞാൻ അവസാനിപ്പിക്കാം. താഴ്വരകൾ ഒരുപാട് പറയാനുണ്ടെങ്കിലും രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം വായിച്ച്. 1 രാജ 3-ാം അധ്യായം 16-ാമത്തെ വാക്യം. 3-ാം അധ്യായം 16-ാമത്തെ വാക്യം. അനന്തരം വേശ്യമാരായ 2 സ്ത്രീകൾ രാജാവിന്റെ അടുക്കൽ വന്ന് അവന്റെ മുമ്പാകെ നിന്നു. അവർ നിർത്തിയ പറഞ്ഞത്, നമ്പുരാനെ, അടിയനും ഒരു മിനിറ്റ് 2 രാജാവാണോ? 2 രാജ എടുത്ത് 2 രാജ, അതെ 2 രാജ 3-ാം അധ്യായം 16-ാമത്തെ വാക്യം. അവളുടെ ഭർത്താവ് കരഞ്ഞുകൊണ്ട് ബഹുരിയും വരെ അവളുടെ പിന്നാലെ വന്നു. അല്ല, 3-ാം അധ്യായം 16-ാമത്തെ വാക്യം. അവൻ പറഞ്ഞത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ താഴ്വരയിൽ അനേക കുഴികൾ വെട്ടണം. നിങ്ങൾ കാറ്റ് കാണുകയില്ല, നിങ്ങൾ കാറ്റ് കാണത്തില്ല, മഴയും കാണുകയില്ല, നിങ്ങൾ മഴ കാണത്തില്ല. നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര ഞാൻ എന്ത് ചെയ്യാൻ പോകുക? വെള്ളം കൊണ്ട് നിറയ്ക്കാനായിട്ട് പോകുക. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വിശ്വാസത്താൽ ഈ താഴ്വരയിൽ കുഴിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ താഴ്വരയിൽ എന്ത് ചെയ്യണം? കുഴിക്കണം. ആശാരിയെ വിളിച്ചോണ്ട് വന്ന് സ്ഥാനം കണ്ടേച്ച് കുഴിക്കണമെന്ന് വല്ലതാന്നോ പറഞ്ഞേ? പിന്നെന്തോ പറഞ്ഞേ? നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വിശ്വാസത്താ കുഴിക്കണം. നിങ്ങൾ വിശ്വാസത്താ കുഴിക്കുന്ന ഇടത്ത് വെള്ളം കൊണ്ട് നിറയ്ക്കുവാൻ ദൈവം മതിയായവരാണ്. ആമേൻ. മാത്രമല്ല, നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ആടുമാടുകൾ എല്ലാം സമൃദ്ധിയായി കുടിക്കത്തക്ക നിലയിൽ ദൈവം വെള്ളം കൊണ്ട് എന്ത് ചെയ്യും? ഇന്ന് മുതൽക്കാലം ഈ താഴ്വരയിൽ നിറയ്ക്കാൻ ദൈവം കർത്താവേ, ഇന്ന് പകൽക്കാലം നീ എന്നെ നിറയ്ക്കണമേ, നീ എന്നെ സഹായിക്കണമേ നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവേ, ഞാൻ കുഴി കുഴിക്കാനായിട്ട് പോവുകയാണ്. ഞാൻ മടിച്ചിരിക്കരുത് കേട്ടോ. ഞാൻ ചെയ്യണം. ചെയ്യുമ്പോഴാണ് ദൈവപ്രവൃത്തി എന്ത് ചെയ്യുന്നത്? വെളിപ്പെടുന്നത്. ഞാൻ ചെയ്യാതിരുന്നേച്ച് കുഴി വരട്ടെ, ആമേൻ, വെള്ളം വരട്ടെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ വന്നിട്ടുണ്ട്. അത് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ. നമുക്കറിയാം, ഈ ശിംശോൻ ദാഹിച്ചു കഴിഞ്ഞപ്പോ അവൻ ദൈവത്തോട് നിലവിളിച്ചപ്പോ എന്തോ ചെയ്തു? ഒരു കുഴി പിളരുമാറാക്കി. അതിനകത്ത് മുഴുവനും വെള്ളം, അവന് കുടിക്കത്തക്കോലെ വെള്ളം ദൈവം തമ്പുരാൻ തന്നെ അവിടെ എന്ത് ചെയ്തു? കാരണം എന്താ? ഒരു വലിയ ശുശ്രൂഷ കഴിഞ്ഞ് വന്നവന് ഇനിയും കുഴിക്കാനുള്ള ശക്തി ഇല്ലെന്ന് ആർക്കറിയാം? ദൈവത്തിന്. അതുകൊണ്ട് അവനെ നിലവിളിച്ചപ്പോ ദൈവം അവിടെ എന്ത് ചെയ്തു? അല്ലാതെ നമ്മൾ കുഴികളെ എന്ത് ചെയ്യണം? കുഴിക്കണം. ഹല്ലേലൂയ. അതിന് വെള്ളം കൊണ്ട് എന്താ വായിച്ച? ഈ താഴ്വരയിൽ അനേകം കുഴികൾ എന്ത് ചെയ്യണം? വെട്ടണം. പിന്നെ നിങ്ങൾ കാറ്റ് കാണത്തില്ല, മഴ കാണത്തില്ല. നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയ്ക്കുവാൻ ദൈവം മതിയായവനാണ്. ഞാനും നിങ്ങളും, നമ്മുടെ സഭയും ദൈവമക്കളും കുടുംബങ്ങളും കുഞ്ഞുങ്ങളും ഒക്കെ സമൃദ്ധിയായി കുടിക്കത്തക്കവണ്ണം വെള്ളം കൊണ്ട് നിറയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇന്ന് മഴക്കാലം യേശുവിന്റെ നാമത്തില് അവരുടെ വിശ്വാസത്താൽ കുഴികൾ വെട്ടോ, വെള്ളം കൊണ്ട് ദൈവം നിറയ്ക്കുവാൻ മതിയായവനാണ്. കർത്താവേ, ഞാൻ ഇന്ന് പകൽക്കാലം അത് ചെയ്യാൻ പോവുകയാണ്. നീ നിറയ്ക്കണമേ എന്ന് പറഞ്ഞാൽ മതി. ദൈവം അതിനെ എന്ത് ചെയ്യും?
നമുക്ക് മാത്രമല്ല, നമ്മുടെ കുഞ്ഞുകുട്ടികൾക്ക്, നമ്മുടെ സകല സമ്പത്തിനും ആമേൻ വേണ്ടുവോളം ദൈവം ഒരു കാലം വിശ്വസ്തനാണ്. കർത്താവേ, ഇന്ന് പകൽക്കാലം ഞാൻ ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ. വിശ്വാസത്താൽ ഞാൻ കുഴികൾ കുഴിക്കാൻ പോകുകയാണ്. എന്റെ ദൈവം എനിക്ക് ഈ താഴ്വര വെള്ളം കൊണ്ടെന്ന് വായിക്കുന്നു. അസ്ഥികൾ ഒന്നിനോടൊന്ന് ബന്ധമില്ലാതിരിക്കുകയാണ്. പക്ഷേ പ്രവാചകനായോട് പറഞ്ഞു, നീ പ്രവചിക്കാൻ പറഞ്ഞില്ല. ഹല്ലേലൂയ. കുഴിച്ചാ വെള്ളം കിട്ടുമോ എന്നുള്ളത് നമ്മുടെ സംശയം. സംശയിക്കുന്നവൻ ദൈവത്തിൽ നിന്നൊന്നും കാണിക്കുന്നില്ല. നീ പ്രവചിക്കാൻ പറഞ്ഞു. അതിന് മുമ്പ് ചോദ്യം ചോദിച്ചു, ഈ അസ്ഥിക്കൂട്ടങ്ങള് ജീവിക്കുമോ? നീ എന്ത് ചെയ്യുന്നു? അറിയുന്നു. പറഞ്ഞു, നീ പ്രവചിക്കാൻ പറഞ്ഞു. എന്താ പ്രവചിച്ച്? എന്താ പ്രവചിച്ച്? ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടത് അവരുടെ മേൽ ഊതുക. നീ പ്രവചിക്കാൻ പറയുക. നമ്മൾ ഇന്ന് എങ്ങനെ ഏതെങ്കിലും ഒരു അസ്ഥികൂടത്തെ കണ്ടുവച്ചാൽ, അസ്ഥിയല്ല ജീവനുള്ളതിനെ കണ്ടുവച്ചാൽ ചോദിച്ചാൽ പിന്നെ ആൾക്കാർ പറയും, ഈ പാസ്തന്റെ ഭ്രാന്ത് പിടിച്ചിരിക്കുക. ദൈവത്തിന് അങ്ങനെയാണ് ഞങ്ങൾ കുറെ അസ്ഥികളെ കൊണ്ടുതരാം, ആസ്വല്ലത്തിനെ ജീവിപ്പിക്കുക, എന്തെല്ലാം കേൾക്കാൻ പറ്റും. പക്ഷേ പ്രവചിക്കാൻ തുടങ്ങി. പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആകാശത്തിന്റെ 4 കോണിൽ നിന്ന് നീ തുടങ്ങി കാറ്റ് വീശി. നിഹതന്മാർ, ജീവനില്ലാത്തത്, അസ്ഥികൂടങ്ങൾ താഴ്വരയിൽ ജീവിച്ചെന്നാണ് നമ്മൾ വായിക്കുന്നത്. താഴ്വരയിലേക്ക് അവനെ കൊണ്ട് എസ്കേലിന്റെ പുസ്തകം 37 ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾക്കണം. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം പറയുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങൾ ശ്വാസം വരുത്തും. ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയും. എന്നോട് കൽപ്പിച്ച പോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി. അസ്ഥിയോട് മഹാസൈന്യമായി ജീവനില്ലാത്ത, ശക്തിയില്ലാത്ത, വിശ്വാസമില്ലാത്ത ഹല്ലേലൂയ ജീവിതങ്ങളോട് നമുക്ക് പ്രവചിക്കാം. നിശ്ചയമായി ദൈവപ്രവൃത്തി വെളിപ്പെടും. യേശുവിന്റെ നാമത്തില് ഒരു വലിയ വിടുതൽ ഇന്ന് പകൽക്കാലം ഇവിടെ നടക്കപ്പെടുന്നുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ ദൈവം മതിയായവനാണ്. ജീവിതത്തിലെ പ്രശ്നങ്ങളെ ഉരുക്കി മാറ്റി ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇന്ന് പകൽക്കാലം അവൻ മതിയായവനായി ഇവിടെ വന്നിട്ടുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് വലിയ മഞ്ഞുമല പോലെ കിടന്ന പ്രശ്നങ്ങളായിരിക്കും ഉരുക്കാൻ പോവുകയാണ്. വലിയ മല പോലുള്ള പ്രശ്നങ്ങൾ, വലിയ വെല്ലുവിളികൾ പോലുള്ള പ്രശ്നങ്ങൾ, ജീവനില്ലാത്ത അനുഭവങ്ങൾ ഇന്ന് പകൽക്കാലം അതിനെ ദൈവം അവൻ ഒരുക്കാൻ പോവുകയാണ്. ഈ താഴ്വര വെള്ളം കൊണ്ട് എന്ത് ചെയ്യാൻ പോവുകയാണ്? ദൈവം നിറയ്ക്കും. ഒരു നിറവുമില്ലല്ലോ കർത്താവേ, ഒരു നിറവുമില്ലല്ലോ കർത്താവേ. ഹല്ലേലൂയ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോ നമ്മളെ നിറയ്ക്കുവാൻ യേശു മതിയായവനാണ്. ആവർത്തനങ്ങളുടെ പുസ്തകം 8-ാം അധ്യായം ആമേൻ അതിന്റെ ആമേൻ 7 മുതലുള്ളതായ വേദഭാഗങ്ങൾ നമുക്ക് വായിക്കാം. നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കാണ് നിന്നെ കൊണ്ടുപോകുന്നത്. ആമേൻ. അത് താഴ്വരകളും മലയിൽ നിന്ന് പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവുകളും തടാകങ്ങളും ഉള്ള ദേശം. ആമേൻ. ദൈവത്തിന് നിന്നെ കൊണ്ടുപോകുന്ന ഒരു ദേശമുണ്ടല്ലോ. വലിയ കൃത്യമായ ദൈവാത്മാവാലോചന പറയുക. നിന്നെ ഒരു ദേശത്തേക്ക് ദൈവം കൊണ്ടുപോകും. താഴ്വരകളുള്ള ദേശം, നീരൊഴുക്കുള്ള ദേശം, തടാകങ്ങളുള്ള ദേശം,
പർവ്വതങ്ങളുടെ ദേശം. അടുത്ത വാക്യം എന്താ വായിച്ചേ? ഗോതമ്പും യവവും മുന്തിരിവള്ളിയും വൃക്ഷവും മാതള നാരകവും ഉള്ള ദേശം. പിന്നെ വൃക്ഷവും തേനും ഉള്ള ദേശം. ആമേൻ. സുഭിക്ഷമായി ഉപജീവനം കഴിയാവുന്നതും. ഈ 40 വർഷക്കാലം 3 മുതൽ വായിച്ചിട്ട് ഒന്ന്. അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യർ അപ്പം കൊണ്ട് മാത്രമല്ല നിന്നെ അവൻ നിന്നെ താഴ്ത്തി ചില കാലഘട്ടങ്ങളിൽ കേട്ടോ. നിനക്ക് വിശപ്പ് വന്നു കർത്താവ്, എന്നിട്ട് പഠിപ്പിച്ചു നിന്നെ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ട് ജീവിപ്പിക്കുമെന്ന് നിന്നെ പഠിപ്പിക്കേണ്ടതിനാണ് നിനക്ക് വിശപ്പ് തന്ന് നിന്നെ താഴ്ത്തി നാളുകളിൽ ഇവിടെ എഴുതിയിരിക്കുന്നത്. വായിക്കുന്നറിയാമോ? നീയും നിന്റെ പിതാക്കന്മാര് പറഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിച്ചു. ഈ 40 വർഷം നിന്റെ കാല് നീ ധരിച്ച വസ്ത്രം ജീർണിച്ചു പോയില്ല, നിന്റെ കാല് വീങ്ങിയില്ല. പിന്നെ ഒരു മനുഷ്യൻ തന്റെ മകനെ ശിക്ഷിച്ച് വളർത്തിയതുപോലെ നിന്റെ ദൈവമായ യഹോവ നിന്നെ ശിക്ഷിച്ച് വളർത്തിയിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം നിന്നെ പാലും തേനും ഒഴുകുന്ന പർവ്വതങ്ങളുള്ള താഴ്വരകളുള്ള ഹല്ലേലൂയ അതിശ്രേഷ്ഠമേറിയ നാട്ടിലേക്ക് ഇസ്രായേലിൽ നിന്നെ കൊണ്ടുപോവുകയാണ്. കഴിഞ്ഞ 40 വർഷവും സ്വർഗത്തിലെ ദൈവം നിന്നെ സംരക്ഷിച്ചു. നിന്റെ കാല് വീങ്ങിയില്ല. ഹല്ലേലൂയ. നിനക്ക് ആമേൻ ആമേൻ മന്ന കൊണ്ട് തൃപ്തിപ്പെടുത്തി, കാളപ്പക്ഷി കൊണ്ട് തൃപ്തിപ്പെടുത്തി. നിന്റെ ചിരിപ്പ് തീയില്ല, തേഞ്ഞു പോയില്ല. ദൈവം നടത്തിയ വിധങ്ങൾ അല്ലെങ്കിൽ വലിയ താഴ്വരയുള്ള പ്രദേശങ്ങൾ, താഴ്വര എന്ന് പറയുമ്പോൾ പർവ്വതങ്ങളും വലിയ മലകളുടെയൊക്കെ ഇടയുള്ള പ്രദേശങ്ങൾ, അവിടേക്ക് നിന്നെ കൊണ്ടുപോകും. നിന്നെ കണ്ണുനീരിന്റെ താഴ്വരയായി ഇന്ന് കൂരിരുളിന്റെ താഴ്വരയാ, ഇന്ന് യുദ്ധത്തിന്റെ താഴ്വരയാ, ഇന്ന് പ്രതികൂലത്തിന്റെ താഴ്വരയാ. എന്നാൽ അത് മാറ്റി ഒരു അനുഗ്രഹത്തിന്റെ താഴ്വരയിലൂടെ ദൈവം നടത്താൻ പോവുകയാണ്. ആ താഴ്വരയിൽ വലിയ മഹാസൈന്യമായി മാറിയതുപോലെ ഒരു വലിയ സൈന്യമായി, ആത്മീയമായി, ഭൗതികമായി, ആത്മാക്കളെ കൊണ്ടൊക്കെ നിറയപ്പെടുന്ന ഒരു വലിയ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുമാറാകട്ടെ. ഒരു കാര്യം, താഴ്വരയിൽ എന്ത് ചെയ്യണം? എന്താണ് ഒരു പുത്രന്മാർ പറഞ്ഞത്? കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കേണ്ടി വന്നാൽ അവൻ അതിനെ എന്ത് ചെയ്യുന്നു? കണ്ണുനീരിന്റെ താഴ്വരയായിരുന്നു ചില നാളുകൾ. എന്റെ പിതാവും എന്റെ പ്രിയപ്പെട്ടവരും ഒക്കെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഹല്ലേലൂയ. എന്നാൽ ദൈവം ഞങ്ങളെ ജീവനോടെ ശേഷിപ്പിച്ചത് കാലം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അഞ്ചാമത്തെ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ ഉന്മഴയാനന്ദം ചെയ്യുന്നു. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കും. എല്ലാവരും ദൈവത്തിന്റെ സന്നിധി സിയോനിലേക്ക് എന്ത് ചെയ്യുന്നു? ചെന്നെത്തുന്നു. എല്ലാവരും ദൈവസന്നിധിയിൽ സിയോനിൽ ദൈവത്തിന്റെ സന്നിധി ചെന്നെത്തുന്നു. ഇന്ന് പകൽക്കാലം എല്ലാവരെയും കൊണ്ടുവന്നെത്തിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇന്ന് പകൽക്കാലം ഏൽപ്പിക്കും. എന്റെ ഒരു കാര്യം ദൈവാത്മാവ് നിന്റെ കയ്യിൽ തീയും കത്തിയുണ്ട്, നിന്റെ കയ്യിൽ വേറുണ്ട്, നിന്റെ മകൻ നിന്റെ കയ്യിൽ ഉണ്ട്. പക്ഷേ ഹോമയാഗത്തിനുള്ള വസ്തു മാത്രമില്ല. പക്ഷേ അത് അവിടെ ചെല്ലുമ്പോ ദൈവം അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. മകൻ കൂടുണ്ട്. അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിലും കത്തിയുണ്ട്, അല്ലെങ്കിൽ വിറകുണ്ട്, തീയുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും പ്രധാനപ്പെട്ട വസ്തുവില്ല. പ്രധാനപ്പെട്ട വസ്തു അവിടെ ചെല്ലുമ്പോൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. യാഗത്തിനുള്ള വസ്തു മൃഗം കുറഞ്ഞ പക്ഷം 3 വയസ്സുള്ളതായിരിക്കണം. 3 വർഷത്തിന് മുമ്പ് സ്വർഗത്തിലെ ദൈവം ഇസ്ഹാക്കിന് പകരം യാഗം കഴിപ്പാൻ ഒരു ആട്ടിൻകുട്ടിയെ കരുതി വെച്ചിരുന്നു. ഇന്ന് പകൽക്കാലം അവൻ നിനക്കായി കരുതുന്നതാകയാൽ സകല ചിന്താകുലവും വെച്ചുള്ള. അതുകൊണ്ടാണ് അബ്രഹാം പറഞ്ഞത്, കരുതിക്കൊള്ളൂ, കരുതിക്കൊള്ളുമെന്ന്. വിശ്വാസമുള്ള ദൈവത്തിന്റെ മൈതനെ നമുക്കിന്ന് മഴക്കാലം ദൈവത്തെ സ്തുതിക്കാം. എനിക്ക് വേണ്ടി കരുതോ, എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതോ, സഭയ്ക്ക് വേണ്ടി കരുതോ, തലമുറകൾക്ക് വേണ്ടി കരുതോ, ഈ ആലയത്തിന് വേണ്ടി കരുതോ. കരുതും.
ഇന്ന് കണ്ണുനീരിന്റെ അനുഭവങ്ങളാണെങ്കിൽ സന്തോഷത്തിന്റെ നാളുകൾ ദൈവം ജീവിതത്തിൽ കൊണ്ടുവന്നെത്തിക്കും. ദൈവം പ്രവർത്തിക്കും, ദൈവം പ്രവർത്തിക്കും. അവർ പോയ ദേശം അത്ഭുതങ്ങളുടെ ദേശം, അതിശ്രേഷ്ഠമേറിയ ദേശമാണ്. ദൈവം വൻ കാര്യങ്ങൾ ചെയ്യട്ടെ. കർത്താവ് ഞങ്ങളെ കൊണ്ടുവരട്ടെ.